സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിൽ നിലപാട് മാറ്റി രാജ്ഭവൻ. നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിലെ കേസ് നടത്തിപ്പിനുള്ള പണം സർവകലാശാല നൽകിയില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് രാജ്ഭവൻ അറിയിച്ചു. സർവകലാശാല നൽകിയില്ലെങ്കിൽ രാജ്ഭവൻ തന്നെ എജിക്ക് പണം നൽകും. പണം ആവശ്യപ്പെട്ടതിൽ തെറ്റില്ല എന്നാണ് ഗവർണറുടെ നിലപാട്. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഉമേഷ്, ഇങ്ങനെയൊരു നിലപാട് മാറ്റത്തിന് കാരണം എന്താണ്? ഗവർണറുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണങ്ങൾ? 24 അടക്കം ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർ നിലപാട് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ സർവകലാശാലകളെ അറിയിച്ചിരിക്കുന്നു ഈ കേസ് നടത്തിപ്പ്, അതായത് സർക്കാരിനെതിരെ രാജ്ഭവൻ നടത്തിയ കേസുകളുടെ ചിലവ് പൂർണ്ണമായി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾ നൽകണമെന്നായിരുന്നു ചാൻസലർ കൂടിയായ ഗവർണറുടെ ആവശ്യം. എന്നാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റികളെ അറിയിച്ചിരിക്കുന്നു അത്തരത്തിൽ നൽകിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് രാജ്ഭവൻ തന്നെ നൽകാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം CPIM ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. CPIM MLA-മാരായ സച്ചിൻ ദേവും IB സതീഷും സാങ്കേതിക സർവകലാശാല VCക്ക് ഇത്തരത്തിൽ പണം അനുവദിക്കരുത്, പണം അനുവദിക്കാനുള്ള അവകാശം സിൻഡിക്കേറ്റിനാണ്, സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യാതെ പണം അനുവദിച്ചാൽ ചട്ടലംഘനമായി കാണും എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ കാര്യങ്ങൾ, ഈ കത്തെല്ലാം പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും രാജ്ഭവൻ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഇതിൽ ഒരു തർക്കം വേണ്ട, യൂണിവേഴ്സിറ്റികൾ പണം നൽകിയില്ലെങ്കിൽ ഞങ്ങൾ രാജ്ഭവൻ നൽകിക്കൊള്ളാം എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾ അറ്റോർണി ജനറൽ അടക്കം കേസ് നടത്താൻ 11 ലക്ഷം രൂപ ചെലവായെന്നായിരുന്നു കത്തിൽ അറിയിച്ചിരുന്നത്. ഈ 11 ലക്ഷം രൂപ ഈ രണ്ട് സർവകലാശാലകളും 5.5 ലക്ഷം രൂപ വീതം നൽകണമെന്ന ആവശ്യമായിരുന്നു രാജ്ഭവൻ ഉന്നയിച്ചിരുന്നത്. സ്മിത, കേസുകളിൽ സർവകലാശാലകൾ തന്നെ ചെലവ് വഹിക്കണം എന്നുള്ള നിർദ്ദേശത്തിൽ നിന്ന് ഇപ്പോൾ അല്പം ആ നിലപാടിന് മാറ്റം വന്നിരിക്കുകയാണ് രാജ്ഭവന്റെ ഭാഗത്തുനിന്ന്. ഉമേഷ് ബാലകൃഷ്ണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.